മൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ തലേ ദിവസം ഞങ്ങൾ തെണ്ടാനിറങ്ങിയത് പോണ്ടിച്ചേരിയുടെ തീരത്ത് കൂടെയാണ് കേട്ടോ. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം കുറച്ച് ലൈറ്റുകളൊക്കെ ആയിട്ട് ഒരു ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കണ്ടു നിൽക്കാൻ വേണ്ടിയിട്ട്. തൊട്ട് മുന്നിൽ ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു, അവിടുത്തെ കരകൗശല വസ്തുക്കളൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൾ. ആ സ്റ്റാളിൽ കയറിയ ഓരോ സാധനങ്ങൾ കണ്ടുകൊണ്ട് കിടക്കുമ്പോഴാണ് എൻ്റെ കണ്ണിൽ പെട്ടെന്നൊരു കാര്യം ഉടക്കിയത്. അതൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ആയിരുന്നു. ദേ, ഈ കാണുന്ന ഒരു ആനയില്ലേ, ഈ കാണുന്ന ആനയുടെ പേര് ലക്ഷ്മി എന്നാണ്. പണ്ടെപ്പോഴോ ഞാൻ എവിടെയോ ഇൻസ്റ്റയിൽ ഈ ഒരു ആനേനെ കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പോണ്ടിച്ചേരിയെ പറ്റി ആൾക്കാർ പറയുമ്പോൾ തന്നെ ഫസ്റ്റ് പറയുന്നൊരു പേരാണ് കേട്ടോ ആനയുടെ പേര്. ലക്ഷ്മി എന്നാണ് ആനയുടെ പേര്. 2022 ആ ആന മരണപ്പെട്ടു. പോണ്ടിച്ചേരിയുടെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഐക്കൺ തന്നെയായിരുന്നു ആ ആന. ഈ ഒരു ആനയുടെ മരണം ഭക്തർക്കിടയിൽ വലിയൊരു ദുഃഖമുണ്ടാക്കിയ ഒരു കാരണമായിരുന്നു കേട്ടോ. രാവിലെ നടക്കാനിറങ്ങിയപ്പം ഹൃദയാഘാതം കാരണം മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അന്ന് മൃഗാവകാശ കൗൺസിലുകളും ഭക്തരും തമ്മിൽ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പോണ്ടിച്ചേരിയിലെ ശ്രീ മണകുള വിനായകർ ക്ഷേത്രത്തിൽ പിന്നീട് ഒരു ആനയെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഈ ഒരു മരണം കാരണം പിന്നീട് ആനയെ കൊണ്ടുവരേണ്ടതില്ല എന്ന തീരുമാനമാണ് അവിടെ ഗവൺമെന്റ് സ്വീകരിച്ചത്.